എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രയോ ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ജൗഫർ റളിയല്ലാഹു തആല അൻഹു, ആ ജൗഫർ എന്ന് പറയുന്ന സ്വഹാബി ഒരു ദിവസം വീട്ടിലേക്ക് കടന്നു വരികയാണ്. ജൗഫർ റളിയല്ലാഹു തആല അൻഹു തൻ്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഭാര്യ നോക്കുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് തുള്ളിച്ചാടിക്കൊണ്ടാണ് വീട്ടിലേക്ക് കയറി വരുന്നത്. അപ്പൊ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആ അസ്മ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ ജൗഫർ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് ചോദിച്ചു, ഇന്ന് എന്താ ഇത്ര സന്തോഷം, എന്തേ തുള്ളിച്ചാടി വരുന്നല്ലോ? ആ സമയത്ത് ജൗഫർ റളിയല്ലാഹു തആല അൻഹു തൻ്റെ ഭാര്യയോട് പറഞ്ഞു, അസ്മാ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ യുദ്ധത്തിന്റെ അമീറായി തെരഞ്ഞെടുത്തു. നബിതങ്ങൾ ഒരു യുദ്ധത്തിന്റെ അമീറായി, നേതാവായി എന്നെ തെരഞ്ഞെടുത്തു. അതിന്റെ സന്തോഷം കൊണ്ടാണ് ഞാൻ തുള്ളിച്ചാടി വീട്ടിലേക്ക് കടന്നു വരുന്നത്. ആ യുദ്ധത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മരണം നബിതങ്ങൾ നേരത്തെ പറഞ്ഞു. അതാണ് ആ യുദ്ധത്തിന്റെ പ്രത്യേകത. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 സ്വഹാബത്തിനെ വിളിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, യുദ്ധത്തിന് നേതൃത്വം കൊടുക്കേണ്ട ഒന്നാമത്തെ ആള് നീയാ. നിനക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ സഹാബിയോട് പറഞ്ഞു, നീ നയിക്കണം. നിനക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ജൗഫറെ, നീ വേണം ഇസ്ലാമിന്റെ നേതാവായി മുന്നിലേക്ക് നിൽക്കാൻ. നിനക്കും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ സ്വഹാബത്തെ, നിങ്ങളിൽ ആരെങ്കിലും ഒരാള് ആ യുദ്ധത്തിന്റെ നേതാവായി മുന്നിൽ നിൽക്കണം. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധത്തിന് മുമ്പേ മരണം പറഞ്ഞു. അതാണ് ആ യുദ്ധം. ഈ സഹാബിയാണ് വീട്ടിലേക്ക് തുള്ളിച്ചാടി വീട്ടിലേക്ക് കടന്നു വരുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിറ്റേ ദിവസം യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാ. ജൗഫർ റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും തന്റെ മക്കളെയും കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തു. ആ സഹാബിക്കറിയാം, ഇനി ഞാൻ വീട്ടിലേക്ക് മടങ്ങി വരില്ല എന്ന്. മരണം ഉറപ്പാണ്. അങ്ങനെ തന്റെ പ്രിയപ്പെട്ട ഭാര്യയോടും തന്റെ മക്കളോടും യാത്ര പറഞ്ഞിറങ്ങി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ രണാങ്കണത്തിൽ യുദ്ധം തുടങ്ങി. ഇസ്ലാമിന്റെ കൊടി പിടിച്ചുകൊണ്ട് ഒന്നാമതായി മുമ്പിൽ പോയ സ്വഹാബി വെട്ടുകൊണ്ട് താഴെ വീണു. അങ്ങനെ ആ സ്വഹാബി ഷഹീദായി. രണ്ടാമത്തെ നേതാവ് അവിടുന്ന് കൊടി പിടിച്ചുകൊണ്ട് യുദ്ധത്തിന് തയ്യാറായി. ആ സ്വഹാബിയും വെട്ടുകൊണ്ട് താഴെ വീണു. മഹാനായ ജൗഫർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് കൊടിയെടുത്തുകൊണ്ട് പരിശുദ്ധമായ ദീനിന് യുദ്ധം നയിക്കുകയാണ് നേതാവായി. അവിടുത്തെ ഇടത് കൈ വെട്ടിമുറിച്ചു, കൊടിയങ്ങ് താഴെ വീണു. ജൗഫർ റളിയല്ലാഹു തആല അൻഹു അതാ വലത് കൈ കൊണ്ട് കൊടിയെടുക്കുകയാണ്. മുന്നോട്ട് പോകുമ്പോൾ ആ കയ്യും അവിടുന്ന് വെട്ടിമുറിക്കുകയാണ്. കൊടി താഴെ വീണു. ജൗഫർ റളിയല്ലാഹു തആല അൻഹു നോക്കുമ്പോ പടച്ചവനെ, 3 നേതാക്കന്മാരും ഷഹീദാവാൻ പോവുകയാണ്. എല്ലാവരും ഒന്ന് പതറുകയാ. എല്ലാവരും പരാജയപ്പെടുമെന്നുള്ള ഭയത്തോടെ ഒന്ന് പിന്മാറുമ്പോ ജൗഫർ റളിയല്ലാഹു തആല അൻഹു കൂടെ നിന്നവരോട് പറഞ്ഞു, സ്വഹാബാ, ആ കൊടിയെടുത്തിട്ട് എന്റെ നെഞ്ചത്ത് വെക്ക സഹാബാ. എന്നിട്ട് അറ്റുപോയ കൈകൊണ്ട് കൊടി ഇങ്ങനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ജൗഫർ റളിയല്ലാഹു തആല അൻഹു വിളിച്ചു പറയുകയാ, സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്നു സഹാബാ. വേണ്ടവരെന്റെ കൂടമായെന്ന് പറഞ്ഞ് ശത്രുക്കളുടെ നടുവിലേക്ക് പാഞ്ഞു കയറുകയാണ്. പടച്ചവനെ, സ്വഹാബിയതാ വെട്ടുകൊണ്ട് താഴെ വീഴുകയാ. അവസാനം ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹു യുദ്ധത്തിന്റെ നേതാവായി 4മതായി കയറി അവിടുന്ന് യുദ്ധം വിജയിക്കുകയാണ്. പടച്ചവനെ, ദിവസങ്ങൾ കഴിഞ്ഞു. അതാ യുദ്ധത്തിന് പോയവർ മടങ്ങി വരികയാണ്. ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വഹാബത്തിനോട് പറഞ്ഞു, യാ സ്വഹാബാ, ജൗഫർ ഷഹീദായി സഹാബാ. എന്റെ ജൗഫർ ഷഹീദായി. അല്ലാഹുവിന്റെ പ്രവാചകൻ പടന്ന് പറയുമ്പോ സ്വഹാബത്ത് എല്ലാവരും ഇന്നാ ലില്ലാഹി പറയുകയാണ്. എന്നിട്ട് നബി തങ്ങൾ ചോദിച്ചു, സ്വഹാബത്തെ, ജൗഫറിന്റെ വീട്ടിൽ ചെന്നത് പറയണമല്ലോ സഹാബ.
ജൗഫർ ഷഹീദായത് വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോടും കുടുംബത്തോടും പറയണമല്ലോ. ആരാ പറയുന്നത്? നിങ്ങളിൽ ആരാ പോയി പറയുന്നത്? അള്ളാന്റെ റസൂല് ചോദിക്കുമ്പോ ഒറ്റ സ്വഹാബത്ത് പോലും അനങ്ങുന്നില്ല, ഒരാള് പോലും എഴുന്നേക്കുന്നില്ല. നബി തങ്ങൾ രണ്ടാമതും ചോദിച്ചു, ആരാ പോയി പറയുന്നത്? ഒരാള് പോലും മിണ്ടുന്നില്ലടോ. നബി തങ്ങൾ മൂന്നാമതും ചോദിച്ചു, സ്വഹാബ ആരാണ് ജൗഫറിന്റെ വീട്ടിൽ ചെന്നിട്ട് മരണവാർത്ത പറയുന്നതെന്ന് നബി തങ്ങൾ ചോദിക്കുമ്പോ ഒരാള് പോലും മിണ്ടാതെ തലകുനിച്ചിരിക്കുകയാണ്. നബി തങ്ങൾ ചോദിച്ചു, എന്തു പറ്റി സഹാബത്ത്? എന്താണ് നിങ്ങൾ ഒരാള് പോലും തയ്യാറാകാത്തത്? ആ സമയത്ത് സഹാബത്ത് പറഞ്ഞു, നബിയേ യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് ധൈര്യമില്ല നബിയേ. ജൗഫറിന്റെ വീട്ടിൽ ചെന്നിട്ട് ആ മരണവാർത്ത പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല. കാരണം ജൗഫർ തങ്ങളുടെ ഭാര്യയ്ക്ക് 19 വയസ്സാണ്. 19 വയസ്സാണ് അസ്മാഇന്റെ പ്രായം. പടച്ചവനെ 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള 3 ആൺമക്കളാണ് ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിനുള്ളത്. ഈ 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള 3 മക്കള്, 19 വയസ്സുള്ള അസ്മാ, ഇവരുടെ മുമ്പിൽ ചെന്നിട്ട് നിന്റെ ഭർത്താവ് മരിച്ചുപോയെന്ന് പറയാൻ, മക്കളെ നിങ്ങളുടെ ഉപ്പ ഷഹീദായെന്ന് പറയാൻ ധൈര്യമില്ല നബിയേ. സ്വഹാബത്ത് നബി തങ്ങളോട് പറയുമ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞു, എന്താ എല്ലാവർക്കും ഒരുമിച്ച് പോയി പറയാ? അങ്ങനെ നബി തങ്ങളും സ്വഹാബത്തും അസ്മാ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് വരുകയാണ്. നബി തങ്ങൾ ജൗഫർ തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ആ വീട്ടിലെ അവസ്ഥ എന്തെന്നറിയുമോ? യുദ്ധം കഴിഞ്ഞ സ്വഹാബത്ത് വരുന്നു എന്ന് മനസ്സിലായപ്പോ അല്ലാഹുവേ 3 മക്കളെയും എണ്ണ തേപ്പിച്ചു കുളിപ്പിച്ചു. ഭർത്താവ് വീട്ടിലേക്ക് കടന്നു വരുമ്പോ കാണാറ് തന്റെ പൊന്നാര മക്കള് യുദ്ധം കഴിഞ്ഞ് പിതാവ് വീട്ടിലേക്ക് വരുമ്പോ കാണുന്നതിന് വേണ്ടി എണ്ണ തേപ്പിച്ച് കുളിപ്പിച്ച് നല്ല വസ്ത്രം ധരിച്ച് വീടിന്റെ മുമ്പിൽ നിർത്തിയിരിക്കുകയാ. പടച്ചവനെ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം തയ്യാറാക്കുകയാണ് അസുമാ. അപ്പോഴാണ് മക്കള് വിളിച്ചു പറയുന്നത്, ഉമ്മാ അല്ലാഹുവിന്റെ പ്രവാചകനും വാപ്പയും വരുന്നുമ്മാ. നബി തങ്ങളും സ്വഹാബത്തും കടന്നു വരുമ്പോ ജൗഫർ തങ്ങളുടെ മക്കളെ ചിന്തിക്കുകയാണ്, വാപ്പ കൂടെ ഉണ്ടാകും, വാപ്പ കൂടെ ഉണ്ടാകും. പടച്ചവനെ, മക്കൾ ഉമ്മാനോട് വിളിച്ചു പറഞ്ഞിട്ട് 3 മക്കളും നബി തങ്ങളുടെ മുമ്പിലേക്ക് ഓടിച്ചെല്ലുകയാണ്. നബി തങ്ങളുടെ കയ്യിൽ പിടിച്ച് മുത്തം കൊടുക്കുകയാണ്. പടച്ചവനെ, മക്കൾ ഇങ്ങനെ തിരയുകയാ അവരുടെ പിതാവിന്. ആ വന്ന സ്വഹാബത്തിന്റെ ഇടയിൽ മക്കൾ ഉപ്പാനെ തിരയുകയാണ്. വാപ്പയെ കാണുന്നില്ല, തന്റെ പ്രിയപ്പെട്ട പിതാവിനെ കാണുന്നില്ല. ആ സമയത്ത് ആ മക്കളുണ്ടല്ലോ, ജൗഫർ തങ്ങളുടെ മൂത്ത മകനുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞങ്ങളുടെ വാപ്പ വന്നില്ലേ നബിയേ? ഞങ്ങളുടെ വാപ്പ വന്നില്ലേ നബിയേ? സ്വന്തം മകൻ ഉപ്പാനെ തിരക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കണ്ടടം നിറഞ്ഞു പോയടോ. നബി തങ്ങള് കരയാൻ തുടങ്ങി. പടച്ചവനെ, അല്ലാഹുവിന്റെ റസൂലിന് സങ്കടമായി. ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ 3 മക്കളെ നബി തങ്ങൾ അങ്ങ് കെട്ടിപ്പിടിച്ചടോ. ആ യതീമായ 3 മക്കളെ നബി തങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് ചുംബനം കൊടുക്കുകയാണ്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, എന്റെ ജൗഫറിന്റെ മക്കളെ ചുംബിക്ക് സ്വഹാബാ, എന്റെ ജൗഫറിന്റെ മക്കളെ നിങ്ങൾ സ്നേഹിക്ക് സ്വഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ 3 മക്കളെ കിട്ടിയപ്പോ മത്സരമാടോ. ആ യതീമായ മക്കളെ ചുംബിക്കുന്നു. എല്ലാവരും ആ മക്കളുടെ തലയിൽ കൈവച്ച് തടകുകയാ. ആ പൊന്നുമക്കളുടെ കൈ
തലയില് എല്ലാ സ്വഹാബത്തും അവരുടെ 2 കൈകൾ കൊണ്ട് ആ മക്കളുടെ തലയിൽ തലോടുകയാണ്. എന്തിനാ തടകുന്നതെന്നറിയോ? എന്തിനാ തടകുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എല്ലാവരും കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുന്നു, യതീമായ മക്കളുടെ തലയിൽ തലോടുന്നു. അല്ലാഹുവേ, അസുബയെന്ന് പറയുന്ന 19 വയസ്സുള്ള പെണ്ണീരംഗം കാണുകയാണ്. അവിടെന്ന് മനസ്സിലായടോ, അവിടെന്ന് മനസ്സിലായി. അള്ളാന്റെ റസൂല് വിളിച്ചു പറഞ്ഞു, അസ്മാ, ജൗഫർ ഷഹീദായി. അസ്മാ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ലോകത്തോട് വിട പറഞ്ഞു എന്ന് ആ 19 വയസ്സുള്ള, അതാ 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള 3 മക്കളുള്ള ആ പാവപ്പെട്ട പെണ്ണിനോട് പറയുമ്പോ എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. അസ്മാ നിലവിളിക്കുന്നുണ്ടോ? അസ്മാ പിടഞ്ഞു വീഴുന്നുണ്ടോ? എന്താണ് സംഭവിക്കുന്നതെന്നറിയാൻ സ്വഹാബത്ത് മുഴുവനും നോക്കി നിൽക്കുമ്പോ അസ്മാ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ അള്ളാന്റെ റസൂലിനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എനിക്കൊരേ ഒരു കാര്യം അറിയണം നബിയേ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഷഹീദ എന്ന് പറയുമ്പോ ആ 19 വയസ്സുള്ള ഭാര്യ ചോദിച്ച ചോദ്യമാണ്. നിലവിളിയല്ല, സങ്കടമല്ല, നെഞ്ചത്തടിക്കലല്ല. അവിടെന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഒരേ ഒരു കാര്യം അറിയണം നബിയേ. എന്തേ അസ്മാ, എന്തേ അസ്മാ? യാ റസൂലല്ലാഹ്, എന്റെ ജൗഫർ മരിച്ചത് നോമ്പുകാരനായിട്ടാണോ? എനിക്കതറിഞ്ഞാ മതി നബിയേ. എന്റെ ഭർത്താവ് മരിച്ചത് നോമ്പുകാരനായിട്ടാണോ? അള്ളാന്റെ റസൂലിന് അത്ഭുതമായടോ. നബി തങ്ങൾ ചോദിക്കുന്നു, എന്തേ അസ്മാ അങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്താ? യാ റസൂലല്ലാഹ്, ഞങ്ങൾ 2 പേരും കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ കിടപ്പറയിൽ കിടക്കുമ്പോ ജൗഫർ എന്ന് പറയുന്ന സ്വഹാബി അസ്മാ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യയുടെ മടിത്തട്ടിൽ തലവെച്ച് കിടക്കുകയാ. എന്നിട്ട് പറഞ്ഞു, അസ്മാ, എനിക്ക് വേണ്ടി നീ ദുആ ചെയ്യണം അസ്മാ, എനിക്ക് വേണ്ടി നീ ദുആ ചെയ്യണം. കാരണം എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എനിക്ക് നോമ്പുകാരനായിട്ട് മരിക്കണമെന്നാണ്, എനിക്ക് നോമ്പുകാരനായിട്ട് മരിക്കണമെന്നാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ ചെന്നിരുന്നിട്ട് എനിക്ക് നോമ്പ് മുറിക്കണം. അതുകൊണ്ട് നീ എനിക്ക് വേണ്ടി ദുആ ചെയ്യുമോ? അസ്മാ പറഞ്ഞു, ദുആ ചെയ്യാം. എങ്കിൽ ഇപ്പൊ ദുആ ചെയ്യ അസ്മാ. അസ്മാ റളിയല്ലാഹു തആല അൻഹാ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ മടിത്തട്ടിൽ കിടന്ന് ദുആ ചെയ്യുകയാണ്. അതാണ് അവിടെന്ന് ചോദിക്കുന്നത്, നബിയേ, നോമ്പുകാരനായിട്ടാണോ ഷഹീദായത്? സ്വഹാബത്ത് പറഞ്ഞു, നബിയേ, ശരീരം മുഴുവനും തുണ്ടം തുണ്ടമായി വെട്ടി നുറുക്കി കൈകാലുകളില്ലാതെ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ പടച്ചവനെ വെള്ളവുമായിട്ടൊരു സ്വഹാബി ഓടിച്ചെന്നു. ജൗഫർ തങ്ങൾ പറഞ്ഞു, തരരുത്, എനിക്കിന്ന് നോമ്പാ, എനിക്കിന്ന് നോമ്പാ. എത്ര കടന്ന് പിടഞ്ഞാലും എനിക്ക് നിങ്ങൾ വെള്ളം തരരുത്. കാരണം എനിക്ക് നോമ്പുകാരനായിട്ട് മരിക്കണം. അല്ലാഹുവിന്റെ മുമ്പിൽ ചെന്ന് നോമ്പ് മുറിക്കാനുള്ളതാണ്. ഇതെന്റെ ഭാര്യ എനിക്ക് വാങ്ങിത്തന്നതാ. എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ദുആയാ, എന്റെ ഭാര്യ എനിക്ക് വാങ്ങിത്തന്ന സമ്മാനമാ. ജൗഫർ റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് നോമ്പുകാരനായിട്ടാണ് ഷഹീദായത്. നബി തങ്ങൾ പറഞ്ഞു, അസ്മാ, റഅയ്തു ജൗഫർ മലക്കൈനി യതീറു മഅൽ മലായിക. നിന്റെ ഭർത്താവ് പറക്കുന്നു അസ്മാ, മലക്കുകളുടെ കൂടെ പറന്നു പോകുന്നു എന്ന് നബി തങ്ങൾ പറയുമ്പോ എന്തിനാണ് ഞാൻ ഈ ചരിത്രം പറഞ്ഞതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബത്ത്, ജൗഫറിന്റെ മക്കളെ സ്നേഹിക്കു സഹാബാ. ഈ യതീമായ 3 മക്കളെ സ്നേഹിക്കാൻ പറഞ്ഞപ്പോ അവര് ചുംബനം കൊടുക്കാൻ തുടങ്ങി. സഹാബത്ത് മുഴുവനും തലയിൽ കൈവച്ചിട്ട് ഇങ്ങനെ തടകാൻ തുടങ്ങി. എന്തുകൊണ്ടെന്നറിയോ? എന്തുകൊണ്ടെന്നറിയോ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു യതീമായ കുട്ടിയുടെ തലയിൽ ആരെങ്കിലും കൈവച്ചിട്ട് അള്ളാഹുവിന്റെ തൃപ്തി കരുതിയിട്ടാണ് ആ കൈ കൊണ്ട് തലോടുന്നതെങ്കിൽ എത്ര രോമം നിന്റെ കയ്യിൽ തൊടുന്നുണ്ടോ അത്രയും പാപം അള്ളാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
ഇവിടെ യതീമായ ഒരു കുട്ടിയുടെ തലയില് കൈവച്ചിട്ട് മോനെ നിനക്ക് ഉപ്പയില്ല, നീ ഭയക്കണ്ട, നിങ്ങളൊക്കെ ഉണ്ടല്ലോ, നീ എന്തിനാ പേടിക്കണേ, നിനക്ക് ആരുമില്ല, നീ എന്തിനാ പേടിക്കണേ. ആ യതീമായ മക്കളുടെ തലയിലൊന്ന് കൈവച്ചിട്ട് തടകിയാൽ എത്ര രോമമാണോ നിങ്ങളുടെ ഓരോരുത്തരുടെയും കയ്യിൽ തൊടുന്നത് അത്രയും പാപം അല്ലാഹു പുറത്തു തരും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതാണ് യതീം. ഇതാണ് യതീം. ഇതുപോലെ പാപം പൊറുക്കണമെങ്കിൽ ഹജറുൽ അസ്വദ് പോയി മുത്തണം. നമ്മുടെ പാപം ഇതുപോലെ പൊറുക്കണമെങ്കിൽ നമ്മൾ ഹജറുൽ അസ്വദ് മുത്താൻ പോകണം. ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന യതീമായ എന്റെ ഉമ്മമാരോട് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ എത്ര പാപം ചെയ്തവരാ, ആ പാപം കഴുകിക്കളയാൻ അല്ലാഹു തരുന്ന ഒരു അവസരമാണ്. ആരും കാണാതെ ഫോട്ടോ എടുക്കാതെ അതിനകത്ത് കയറിയിട്ട് ആ മക്കളുടെ തലയിലൊന്ന് കൈവെക്കുന്നത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ പാപങ്ങൾ പുറത്തുതരുമാറാകട്ടെ. അത്രത്തോളം പുണ്യമുണ്ടോ യതീമിന്. അതുകൊണ്ടാണ് നബിതങ്ങൾ പറഞ്ഞത്, അവരെ സ്നേഹിക്കുന്നവർ എന്റെ കൂട്ടുകാർ, ഞാൻ കൊണ്ടുപോകും അവരെ സ്വർഗത്തിൽ, അവരെ ഞാൻ കൊണ്ടുപോകും, അവർക്ക് ആരുമില്ലെന്ന് ആരാ പറഞ്ഞേ? എടോ, യതീമായ മക്കൾ 4 പെൺകുട്ടികൾ, അവരുടെ വിവാഹത്തിന് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവർ, ഈ യതീമായ മക്കൾക്ക് വേണ്ടി അൽഹംദുലില്ലാഹ് പയ്യന്നൂരുകാരനായ മുസ്തഫ എന്ന സഹോദരൻ, ഞാൻ നോക്കുമ്പോ പടച്ചവനെ ആ കുട്ടികൾക്ക് സ്വർണം കൊടുക്കുകയാ. ബഷീറൊക്കെ പറഞ്ഞു, സ്വർണത്തിന് വേണ്ടി ആരും വേണ്ട ഉസ്താദ്, അതിന് ആളുണ്ട്, ആ മക്കൾക്ക് കൊടുക്കാൻ ആളുണ്ട്. എന്തുകൊണ്ടാ ഇതിന്റെയൊക്കെ പ്രതിഫലം എന്തേ സഹോദര? ഈ യതീമായ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്നതിലൂടെ അല്ലാഹു നമുക്ക് തരുന്ന പ്രതിഫലം എന്തേ? നമുക്ക് നേട്ടമെന്തേ? ഒന്നും ചെയ്യുന്നത് വെറുതെയല്ലല്ലോ. എടോ, ഈ കൊടുക്കുന്നതിലൂടെ അല്ലാഹു നമുക്ക് തരുന്ന പ്രതിഫലം എത്രത്തോളം വലുതാ സഹോദര. ഈ യതീമായ മക്കളെ സഹായിക്കുന്നതിലൂടെ അവർക്ക് ആരുമില്ലെന്ന് ആരാ പറഞ്ഞ? ഞങ്ങളുണ്ട് മക്കളെ, നിന്റെ വാപ്പയായി, നിന്റെ ഉമ്മയായി, നിന്റെ കൂടപ്പറപ്പായി ഞങ്ങളുണ്ട് നിനക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആ മക്കൾക്ക് കൊടുക്കുമ്പോൾ, ആ മക്കൾക്ക് സഹായം ചെയ്യുമ്പോൾ അല്ലാഹു നമുക്ക് തരുന്ന പ്രതിഫലം എന്താ? അല്ലാഹു നമ്മുടെ ആയുസ് വർദ്ധിപ്പിച്ചു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ തന്നെ ഈ പരിപാടിയുടെ ഡേറ്റ് വാങ്ങുന്നതിന് വേണ്ടി സഫ എന്ന് പറയുന്ന ഒരു കുട്ടിയെ കാണുന്നില്ലെന്ന് പറഞ്ഞിട്ട് അവരുടെ ഉമ്മ തിരയുന്നുണ്ട്, ഗേറ്റിന്റെ ഭാഗത്ത് നിൽക്കുന്നുണ്ട്. സഫ എന്ന് പറയുന്ന കുഞ്ഞുപിടെ എവിടെയെങ്കിലും ഒന്ന് പോവാം. ഞാൻ ബഷീർക്കാട് ആചാര്യ ചോദിച്ചു, എന്തിനാ നിങ്ങൾ ഡേറ്റ് പിടിക്കാൻ വേണ്ടി ഒരു ഫോൺ വിളിച്ചാൽ പോരെ, എന്തിനാ അങ്ങ് കോട്ടയം വരെ വന്നേന്ന്? ഇടോ, അതൊരു വലിയ മനസ്സാടോ. അല്ലാഹു തരുന്ന പ്രതിഫലം അറിയോ സഹോദര? നമ്മുടെ ആയുസ് വർദ്ധിക്കുമടോ. പാപങ്ങൾ ചെയ്യുമ്പോ, ഹറാമ് വാരിക്കൂട്ടുമ്പോ ആയുസ് കുറയുകയാ. യതീമായ മക്കളെ സഹായിക്കുന്നതിലൂടെ, അവർക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്നതിലൂടെ അല്ലാഹു നമ്മുടെ ആയുസ് വർദ്ധിപ്പിച്ചു തരും. നിങ്ങൾക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരാം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ, നബിതങ്ങളുടെ മുമ്പിൽ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല, വലിയ സമ്പന്നനായ സഹാബിയ. ഈ സഹാബി നബിതങ്ങളോട് പറഞ്ഞു, നബിയെ, ഞാൻ നാളെ രാവിലെ ഒരു യാത്ര പോകുകയാ. നബിതങ്ങളോട് വന്ന് പറഞ്ഞു. അങ്ങനെ അള്ളാന്റെ റസൂല് പറഞ്ഞു, നീ പോയി തയ്യാറായിട്ട് വരാൻ. ഈ സഹാബി തയ്യാറാകുന്നതിന് വേണ്ടി വീട്ടിലേക്ക് പോയി. അന്ന് രാത്രിയിൽ നബിതങ്ങളുടെ മുമ്പിൽ മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നബിയെ, യാത്ര പോകുമ്പോ പറഞ്ഞു വിടുമ്പോ നല്ലതുപോലെ പറഞ്ഞു വിട്ടേരെ, ഇനി തിരിച്ചു വരൂല. ആ സഹാബിയുടെ അവസാനത്തെ യാത്രയാ, ഇനി തിരിച്ചു വരൂല, അതുകൊണ്ട് പോകുമ്പോ നല്ലതുപോലെ യാത്രയാക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സഹാബി നബിതങ്ങളുടെ മുമ്പിൽ യാത്ര പറയാൻ വന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സാധാരണയ്ക്ക് വിപരീതമായി ഈ സഹാബിയെ വല്ലാത്ത ഇഷ്ടമാ. കൂടെ പോയി നബിതങ്ങള്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വാഹനത്തിൽ കയറുന്നത് വരെ കൂടെ പോയി. എന്നിട്ട് അവസാനം നബിതങ്ങള് വാഹനത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ഒന്ന് കെട്ടിപ്പിടിച്ചു. സഹാബത്ത് തന്നെ ചോദിച്ചു, അവസാന യാത്ര പറയുന്ന പോലെ ആയല്ലോ നബിയെ. വല്ലാതെ നബിതങ്ങൾ കെട്ടിപ്പിടിച്ചു. കാരണം പ്രവാചകൻ അറിയാം ഇനി തിരിച്ചു വരില്ലെന്ന്. ഈ സഹാബിയെ കെട്ടിപ്പിടിച്ചിട്ടാണ് നബിതങ്ങൾ യാത്രയാക്കിയത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞു. ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുമ്പോ ഈ സഹാബി ജീവനോടെ നബിതങ്ങളുടെ മുമ്പിലേക്ക് കയറി വന്നു സലാം പറഞ്ഞു. നബിതങ്ങൾ സലാം അടക്കി. നബിതങ്ങൾക്ക് അത്ഭുതമായി, ജിബ്രീലും മരിക്കുമെന്ന് പറഞ്ഞ സഹാബി ജീവനോടെ തിരിച്ചു വന്നിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ സന്തോഷമായി. നബിതങ്ങൾ ജിബ്രീലിനോട് ചോദിച്ചു, എന്തു പറ്റി ജിബ്രീൽ? എന്തുകൊണ്ടാണ് ഈ സഹാബി തിരിച്ചു വന്നത്? എങ്ങനെയാണ് ആയുസ് വർദ്ധിച്ചത്? അപ്പോഴാണ് സ്വഹാബത്ത് നബിതങ്ങൾ പറഞ്ഞു കൊടുക്കുക. നബിതങ്ങളോട് ജിബ്രീൽ പറഞ്ഞു കൊടുത്തു, നബിയെ, ഇവർ യാത്ര പോകുന്ന സമയത്ത് എല്ലാവരും വല്ലാത്ത ക്ഷീണമായി. അങ്ങനെ ഇവർക്ക് ഭക്ഷണം കഴിക്കണം, റെസ്റ്റ് എടുക്കണം. അങ്ങനെ ഇവർ വീടിന്റെ പരിസരത്ത് എല്ലാവരും കൂടെ റെസ്റ്റ് എടുക്കുന്നതിന് വേണ്ടി കിടന്നു. അപ്പൊ സഹാബത്തിന് ക്ഷീണമായത് കാരണം ഭക്ഷണം വെക്കാൻ വലിയ ബുദ്ധിമുട്ട്. അപ്പോഴാണ് ഒരു വീട് കണ്ടു. ആ വീട്ടിൽ പോയിട്ട് ചോദിച്ചു, ഞങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ
പ്രവാചകന്റെ സ്വഹാബത്ത, ഞങ്ങൾക്ക് ഇത്തിരി ഭക്ഷണം വെച്ചു തരുവോ? ആ ഉമ്മ പറഞ്ഞു, ഞങ്ങൾ വെച്ച് തരാം. എന്റെ പ്രിയപ്പെട്ടവരെ, അവര് ഭക്ഷണമെല്ലാം തയ്യാറാക്കി കൊടുത്തു. അങ്ങനെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളും സ്വഹാബത്തും ഭക്ഷണം കഴിക്കുമ്പോ സഹാബത്ത് പറഞ്ഞു, തങ്ങളെ ആ വീട്ടിൽ ആ ഉമ്മയല്ലാതെ വേറെ ആരോ ഉണ്ട്. ആ ഉമ്മയ്ക്ക് ഒരിക്കലും ഇത്രയും ഭക്ഷണം ഒറ്റയ്ക്ക് വെച്ച് തരാൻ കഴിയില്ല. എന്റെ പ്രിയപ്പെട്ടവർ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു സഹാബത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ വീട്ടിലേക്ക് കടന്നു ചെന്നു. അവിടെ നിന്ന് ചോദിച്ചു, ഉമ്മ, നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും ഇവിടെയുണ്ടോ? ആ സമയത്ത് ആ ഉമ്മ പറഞ്ഞു, എനിക്ക് യതീമായ 2 പെൺകുട്ടികളുണ്ട്, യതീമായ 2 മക്കളുണ്ട്. ആ യതീമായ മക്കള് അവരെ സഹായിക്കാൻ ആരുമില്ല, വിവാഹപ്രായമെത്തി, ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. അപ്പൊ എന്റെ മക്കളാണ് പറഞ്ഞത്, നബിതങ്ങളുടെ സഹാബത്താണല്ലോ, അവർക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുന്നതിന്റെ ബറക്കത്ത് കൊണ്ടെങ്കിലും അള്ളാഹു ഞങ്ങൾക്കൊരു ജീവിതം തന്നാലോ, ഭക്ഷണം വെച്ചു കൊടുക്ക. എന്റെ മക്കളാണ് ഭക്ഷണം വെച്ച് തന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണ് നിറയാൻ തുടങ്ങി. ഉടനെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തന്റെ കൂടെ വന്ന സഹാബത്തിനെ മുഴുവനും വിളിച്ചു നിർത്തിയിട്ട് ചോദിച്ചു, ഈ 2 പെൺമക്കൾ ആരാണ് വിവാഹം കഴിക്കുന്നത്? നിങ്ങൾ ചോദിക്കുന്ന സമ്പാദ്യം ഞാൻ തരും. ഈ യതീമായ 2 പെൺകുട്ടികളെ എല്ലാം ഇന്ന് കൊണ്ടുവന്ന് ഈ നടക്കുന്ന 4 പെൺകുട്ടികൾക്കും സ്വർണം കൊടുത്ത സഹോദരങ്ങൾ സഹായിച്ചവര് പഠിക്കണം. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബി ചോദിക്കുകയാ, ഈ യതീമായ മക്കൾ ആര് വിവാഹം കഴിക്കുന്നോ ആ വിവാഹം കഴിക്കുന്നവർക്ക് നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ തരും. 2 സ്വഹാബത്ത് തയ്യാറായി. ആ 2 പെൺകുട്ടികളെയും വിവാഹം കഴിക്കാൻ തയ്യാറായി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ 2 പെൺകുട്ടികളുടെ വിവാഹം അവിടെ വെച്ചുകൊണ്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ നടത്തി കൊടുത്തു. നിങ്ങൾക്കറിയുമോ, അപ്പോഴാണ് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം, ആ അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ വേണ്ടി ഇറങ്ങി വരുന്ന സമയത്ത്, ആ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി ഇറങ്ങി വരുമ്പോഴാണ് ആ 2 യതീമായ മക്കള് വീടിനകത്ത് നിസ്കാരപ്പായിലിരുന്നിട്ട് പടച്ചവനോട് ദുആ ചെയ്യുന്നു, അല്ലാ, ഈ യതീമായ ആരാരുമില്ലാത്ത ഞങ്ങൾക്ക് ഒരു ജീവിതം ഉണ്ടാക്കി തന്ന ഈ മനുഷ്യന് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഒരൊറ്റ ദുആ. ആ യതീമായ മക്കള് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ ഇറങ്ങി വരുമ്പോ ആ മക്കൾ ആരും അറിയാതെ റൂമിനകത്തിരുന്നിട്ട് പടച്ചവനോട് പറയാ, അല്ല, ഞങ്ങളെ സഹായിച്ച ഈ മനുഷ്യന് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണം. ആ ഒരൊറ്റ ദുആ. അല്ലാഹു പറഞ്ഞു, അസ്റായീലെ തിരിച്ചു വന്നേക്കാൻ, അസ്റായീലെ തിരിച്ചു വന്നേക്കാൻ. അങ്ങനെ റൂഹ് പിടിക്കാമെന്ന മലക്കിനെ തിരിച്ചു വിളിച്ചടോ. അങ്ങനാണ് സഹാബിയുടെ ആയുസ് അള്ളാഹു നീട്ടിക്കൊടുത്തത് എന്ന് ചരിത്രം പറയുമ്പോ ഇതാണ് യതീം. ഈ 4 പെൺകുട്ടികൾ ഇന്ന് രാത്രി കുടുംബജീവിതത്തിലേക്ക് കടക്കുമ്പോ നിസ്കാരപ്പായിലിരുന്നിട്ട് ഒരൊറ്റ ദുആ. സഹോദര, കോടാനുകോടി രൂപ കൊടുത്താൽ അങ്ങനെ ഒരു ദുആ കിട്ടൂല. ഞങ്ങളുടെ അടുത്ത് 1 കോടി രൂപ കൊണ്ട് തന്നിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞ ചിലപ്പോൾ ആ ദുആയ്ക്കൊക്കെ ഒരു പരിധിയും പരിമിതികളും ഉണ്ടോ. എന്നാൽ ആ 4 പെൺകുട്ടികൾ, പടച്ചോനെ, ഇന്ന് രാത്രി കുടുംബജീവിതത്തിലേക്ക് മണിയറയിൽ കയറുന്നതിന് മുമ്പ് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പടച്ചവനോട്, അല്ലാ, ആരാരുമില്ലാത്ത ഞങ്ങൾക്ക് ഞങ്ങളെ സ്വന്തം മകളെ പോലെ സ്നേഹിച്ച് ഞങ്ങളെ കല്യാണം നടത്താൻ ഭക്ഷണം തന്നവർ, വസ്ത്രം തന്നവർ, സ്വർണം തന്നവർ, സഹായിച്ചവർ, അല്ലാഹുവേ, ഈ മജ്ലിസിൽ വന്നവർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ, ദീർഘായുസ് കൊടുക്കണേ, നല്ല മരണം കൊടുക്കണേ, സ്വർഗം കൊടുക്കണേ. ആ ദുആ മതിയടോ നമുക്ക് രക്ഷപ്പെടാൻ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. അതാണ് വല്ലാത്ത പ്രതിഫലം. അങ്ങനെ ഒരു ദുആ ഇപ്പൊ ഞാൻ ഇവിടെ വെച്ച് ദുആ ചെയ്യുന്നതിനേക്കാൾ എത്രയോ വലിയ അല്ലാഹുവിന്റെ മുമ്പിൽ ഇജാബത്തുണ്ട്. ആരുമില്ലാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ മക്കൾ ചെയ്യുന്ന ഒരു ദുആയിക്ക്, അതാണ് യതീം. അതാണ് അവരെ സഹായിക്കുന്നതിലൂടെ നമുക്ക് അല്ലാഹു തരുന്നത്. അതുകൊണ്ട് അൽഹംദുലില്ലാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാധാരണ വിവാഹങ്ങളിൽ നിന്ന് അനാചാരങ്ങളും ആർഭാടങ്ങളും പേക്കൂത്തുകളും നടക്കുമ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അല്ലാഹുവിന്റെ ദീൻ പറയുന്ന രീതിയിൽ സയ്യിദന്മാരെയും, അൽഹംദുലില്ലാ, ഉമർ ഉസ്താദ് വന്നു, ശൈഖുന ഇരിക്കുന്നു, എല്ലാ പണ്ഡിതന്മാരെയും എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇവിടെ ഒരു വിവാഹം നടക്കുന്നത്. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അതിൽ പങ്കാളികളാകാൻ കഴിഞ്ഞവർ, എനിക്കറിയാം, ഇതിൽ പങ്കാളികളാകാൻ ഞാൻ പുതിയാപ്പിളമാരെ കണ്ടു. 2 പേര് കണ്ണൂരുകാരാ. അവരുടെ ഉസ്താദ് കൊണ്ടുവന്നിട്ട് പറയുന്നു, ഉസ്താദ്, ഇതാണ് കുട്ടികൾ. ഉസ്താദിന് പോലും പഠിപ്പിച്ച ഗുരുനാഥന് പോലും വല്ലാത്ത അത്ഭുതം.
2 കുട്ടികളെ കൊണ്ടുവന്ന് കാണിച്ചിട്ട്, ഇവരാണ് ഉസ്താദ് എൻ്റെ ശിഷ്യന്മാരാ, ഇവരാണ് 2 പെൺകുട്ടികൾ, ഒരു സഹോദരൻ കാസർഗോഡുകാരൻ, ഒരാൾ ഈ നാട്ടുകാരൻ, അങ്ങനെ 4 പേര് ആ പെൺകുട്ടികൾക്ക് ജീവിതം കൊടുക്കാൻ തയ്യാറായി. അള്ളാഹു അവരുടെ ജീവിതത്തിൽ ബറക്കത്ത് നൽകുമാറാകട്ടെ, അള്ളാഹു അഭിവൃദ്ധി നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ചോദിച്ചു, വല്ലതും പിരിക്കണോ? വേണ്ട ഉസ്താദ്, യതീമായ മക്കളുടെ വിവാഹത്തിന് വേണ്ടി തരാൻ ആളുണ്ട്. നമുക്ക് ബേജാറാ. പക്ഷെ ഇവിടുത്തെ കമ്മിറ്റിക്കാർക്ക്, ബഷീർക്ക് ഉൾപ്പെടെ ഇവിടെയുള്ളവർക്ക് അതിനൊരു പേടിയുമില്ല. ആ മക്കളുടെ കല്യാണത്തിന് കൊടുക്കാൻ ആള് കൂടുതലാണോ? കൂടുതലാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ചോദിക്കുമ്പോ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്തെല്ലാം എന്തെല്ലാം ചെയ്തു കൊടുക്കാൻ കഴിയും? ഈ സ്ഥാപനം എന്ന് പറയുന്നത് ഓരോ മാസവും ലക്ഷക്കണക്കിന് രൂപ ചെലവാ. പെൺകുട്ടികളാണ് വളരുന്നത്, അവളെ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ്. സത്യം പറഞ്ഞാൽ അവർക്ക് കിടക്കുവാനും പഠിക്കുവാനുമുള്ള സൗകര്യം പോലുമില്ല. കഴിഞ്ഞ വർഷമാണെന്ന് തോന്നി ഞാൻ ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ കുറെ ഫില്ലർ വേണമെന്ന് പറഞ്ഞു. അന്ന് കുറെ ഫില്ലർ പിരിച്ചു, അത് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. വല്ലാത്ത കാരണം ചിലവാണ്, എന്തെല്ലാം ചിലവുകൾ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇപ്പോഴും അതിന്റെ മുകളിൽ അടുത്ത ഒരു നില പണിയണമെങ്കിൽ പൈസയില്ല. ഞാൻ ചോദിച്ചു, എന്തെങ്കിലും വേണോ? എന്നോട് ബഷീർ ഹാജി പറഞ്ഞു, ഉസ്താദ് കുറച്ച് ഫില്ലർ വേണം, ബാക്കിയോ അത് ഇൻഷാ അല്ലാഹ് പിന്നീടാവട്ടെ. എന്താണോ നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്നത്, ആ യതീമായ മക്കൾക്ക് നമ്മൾ എന്തെല്ലാം ചെയ്തു കൊടുക്കാൻ കഴിയുമോ? ഇവിടെ വന്ന് ഭക്ഷണം കൊടുക്കുന്നവരുണ്ട്, ഇവിടെ വന്നിട്ട് പടച്ചവനെ മക്കൾക്ക് വസ്ത്രം വാങ്ങി കൊടുക്കുന്നവരുണ്ട്. ഒന്നുമില്ലെങ്കിലും സുബ്ഹാനല്ലാഹ് ഈ സ്ഥാപനത്തിൽ വന്ന് ഈ മക്കളെ വന്ന് കാണുന്നവരുണ്ട്. അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? വയുതഇമൂന തഅമലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ ഫവകാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം വലകാഹും നളറതൻ വസുറൂറാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഈ ആയത്തിന്റെ അർത്ഥം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഈ മക്കളെ സ്നേഹിക്കുന്നവര്, ഇവരെ സഹായിക്കുന്നവര്, ഇവരുടെ കൂടെ കൂടുന്നവര്, ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നവര്, അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? എടോ, ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരും പണമുള്ളവരാണ്, സമ്പത്തുള്ളവരുണ്ട്, കൊട്ടാരമുള്ളവരുണ്ട്, കാറുള്ളവരുണ്ട്. നിങ്ങൾക്കൊരു കുറവുമില്ല സഹോദരാ. അതാ ഫർദ് കിട്ടുകൊണ്ടിരിക്കുന്ന പെങ്ങളോട്, നിനക്ക് സ്വർണമില്ലേ, നിനക്ക് വസ്ത്രമില്ലേ, നിനക്ക് ഭർത്താവില്ലേ, നിനക്ക് വീടില്ലേ, നിനക്ക് വാഹനമില്ലേ, നിനക്ക് അല്ലാഹു എല്ലാം തന്നല്ലോ. പെങ്ങളെ, സമാധാനമുണ്ടോ? ഇരിക്കുന്നവരോട് ചോദിക്കട്ടെ, ഇന്ന് സമാധാനമാണോ നമുക്കില്ലാത്തത്? അല്ലാഹു എല്ലാം നിനക്ക് തന്നു, പക്ഷേ നിന്റെ ഭാര്യ അല്ലാഹനെ പേടിയില്ലാത്തവളായി പോയി. പെങ്ങളെ, അല്ല നിനക്കെല്ലാം തന്നു, നിന്റെ ഭർത്താവ് അല്ലാഹനെ പേടിയില്ലാത്തവനായി പോയി. കൊട്ടാരം പോലെ കോടികളെ ചെലവഴിച്ച് വെച്ച വീടിനകത്ത് കിടന്ന നിനക്ക് ഉറക്കം വരുന്നുണ്ടോ? നിനക്ക് സമാധാനമുണ്ടോ? ഇല്ലടോ, വല്ലാത്ത സങ്കടമാണ്. എല്ലാവരുടെ മുമ്പിൽ ചിരിച്ചും കളിച്ചും നടക്കുന്നുണ്ട്, പക്ഷേ മനസ്സിന്റെ ഉള്ള ഉരുകുകയാ. അല്ലാഹു തന്ന ആയുസ് മെഴുകുതിരി ഉരുകുന്നത് പോലെ ഞാനും നിങ്ങളും ഉരുക്കി കളയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? എന്റെ സഹോദരങ്ങളോട് പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്. ചരിത്രം പറയാ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം, നിനക്ക് സമാധാനമുള്ള ജീവിതം അല്ലാഹു തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. സമാധാനം അല്ലാഹു തരും. പെങ്ങള്, നിന്റെ ഭർത്താവ് നന്നാകണ്ടേ, നിന്റെ ഭർത്താവ് നന്നാകണ്ടേ. സഹോദരാ, നിന്റെ പ്രിയപ്പെട്ടവള് നന്നാകണ്ടേ, അവള് നല്ലവളാകണ്ടേ, അവൾ അല്ലാഹനെ പേടിയുള്ളവളാകണ്ടേ. നിനക്ക് സമാധാനമുള്ള ഒരു ജീവിതം വേണോ? വിവാഹം കഴിക്കാനിരിക്കുന്ന പയ്യനോടും പെണ്ണിനോടും പറയുകയാ,
മക്കളെ സഹായിക്കടാ പൊന്നുമോനെ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, നിനക്കൊരു സ്വാലിഹത്തായ ഭാര്യ വേണോ, നിനക്കൊരു സ്വാലിഹായ ഭർത്താവിനെ വേണോ, സഹോദരാ നിനക്ക് ജോലി വേണോ, നിന്റെ കച്ചവടത്തിൽ അഭിവൃദ്ധി വേണോ, എല്ലാം അല്ല തരുമടോ, എല്ലാം അല്ലാഹു തരുമടോ. ഈ പാവപ്പെട്ട മക്കളുടെ കൈയൊന്ന് പിടിച്ചാൽ, ഈ പാവപ്പെട്ട മക്കളുടെ കൂടെ കൂടിയ അല്ല നിനക്കെല്ലാം തരും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ല ഈമാൻ തരുമാറാകട്ടെ. എടാ കല്യാണം കഴിക്കണ ചെറുപ്പക്കാരാ, എടാ കോടികൾ കിട്ടിയിട്ട് കാര്യമില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ അള്ളാനെ പേടിയുള്ള ഒരു പെണ്ണിനെ ഭാര്യയായിട്ട് കിട്ടുന്നവനാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും അങ്ങനെ. നിങ്ങൾക്ക് സംശയമൊന്നും വേണ്ട. സഹോദര, നീ കല്യാണം കഴിച്ചതാ, നിന്റെ ഭാര്യ നന്നാകണോ, സഹോദരി നിന്റെ ഭർത്താവ് നന്നാകണോ, ഈ മക്കളുടെ കൂടെ കൂടിക്കോ. തെളിവ് ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. മൂസാ നബി അലൈഹിസ്സലാം ഒരാളെ ഒരു അടി കൊടുത്തു, മരിച്ചുപോയി. അവസാനം മൂസാ നബി നാട് വിട്ടു. ഞാൻ ചരിത്രം പെട്ടെന്ന് പറയാം. നാട് വിട്ടു മദീന എന്ന് പറയുന്ന രാജ്യത്തേക്ക് ഇട്ടിരുന്ന വസ്ത്രവുമായിട്ടാ പോയെ, വേറെ ഒന്നുമില്ല. ഇട്ടിരുന്ന വസ്ത്രവുമായി നാട് വിട്ടു പോകുന്ന വഴിയിൽ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം നോക്കുമ്പോ ഒരു സ്ഥലത്ത് വെള്ളം കോരുന്നതിന് വേണ്ടി ആണുങ്ങൾ തിരക്ക് കൂട്ടുകയാ. 2 പെൺകുട്ടികൾ മാറി നിൽക്കുന്നു. അപ്പൊ മൂസാ നബി ചോദിച്ചു, മക്കളെ നിങ്ങൾ വെള്ളമൊന്നും കോരാൻ പോണില്ലേ? പെൺകുട്ടികളാ മാറി നിൽക്കുന്നു. ഇവരോട് ചോദിച്ചു, നിങ്ങൾ വെള്ളം കോരാൻ പോകുന്നില്ലേ? പെൺകുട്ടികൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ആണുങ്ങളുടെ ഇടയിൽ പോയി കയറാൻ ലജ്ജയാ, അതുകൊണ്ട് ഞങ്ങൾ മാറി നിൽക്കുന്നേ. അപ്പൊ മൂസാ നബി ചോദിച്ചു, വീട്ടിൽ ആണുങ്ങളൊന്നുമില്ലേ? ഒരു പ്രായം ചെന്ന വാപ്പയേ ഉള്ളൂ, ഒരു പ്രായം ചെന്ന വാപ്പയേ ഉള്ളൂ. അപ്പൊ മൂസാ നബി ചോദിച്ചു, ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ, ഞാൻ വെള്ളം കോരി തരട്ടെ? ആ പെൺകുട്ടികൾ പറഞ്ഞു ഓക്കെ. മൂസാ നബി വെള്ളം കോരി 2 പെൺകുട്ടികളുടെ കയ്യിൽ കൊടുത്തു. അവര് വെള്ളവുമായി പോയി. മൂസാ നബി നാട് വിട്ടുപോയതാ. ഇട്ട വസ്ത്രമല്ലാതെ വേറെ ഒന്നുമില്ല. ഒരു മരത്തിന്റെ ചുവട്ടിൽ കയറിയിട്ട് റബ്ബേ ആകാശത്ത് നോക്കിയിട്ട് അള്ളഹാനോട് പറയാ, പടച്ചവനെ നീ കൈവിടല്ലേ അല്ലാ. കുറച്ച് കഴിഞ്ഞപ്പോ ഈ 2 പെൺകുട്ടികൾ വന്നിട്ട് വിളിക്കുന്നു, ഞങ്ങളുടെ വാപ്പ വിളിക്കുന്നു നിങ്ങൾക്ക് പ്രതിഫലം തരാൻ, ഞങ്ങളെ സഹായിച്ചതിന് പകരം നിങ്ങൾക്ക് പ്രതിഫലം തരാൻ ഞങ്ങളുടെ വാപ്പ വിളിക്കുന്നു. ഈ 2 പെൺകുട്ടികളും കൂടെ മൂസാ നബിയെ വിളിച്ചു, മുമ്പിൽ നടക്കാൻ പറഞ്ഞു, പുറകിൽ നിന്ന് വഴി പറഞ്ഞു കൊടുത്തു. അങ്ങനെ മൂസാ നബി വീട്ടിൽ ചെന്നു. മൂസാ നബി അലൈഹിസ്സലാം വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ കുട്ടികളുടെ പിതാവാര മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാം. ശുഐബ് നബിയുടെ മക്കളായിരുന്നു ആ 2 പെൺകുട്ടികൾ. മൂസാ നബി തന്റെ ജീവിതത്തിൽ സംഭവിച്ച ചരിത്രങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുത്തു. ജോലിയില്ല, ആരുമില്ല. മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, നിനക്ക് 10 വർഷം ജോലി ഞാൻ തരാം, 10 വർഷം ഞാൻ തരാൻ ജോലി. എന്റെ മൂത്ത മകളെ നീ വിവാഹം കഴിച്ചോ. നിങ്ങൾ നോക്കടോ, 2 പെൺകുട്ടികൾക്ക് ഒരൽപ്പം വെള്ളം കോരി കൊടുത്ത് സഹായിച്ചപ്പോ അല്ല കൊടുത്ത പ്രതിഫലം 2. 1 സ്വാലിഹത്തായ ഭാര്യയും കിട്ടി, 11 കൊല്ലം ജോലിയും കിട്ടി. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, ഉറക്കപ്പറ അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇത് ഖുർആൻ പറഞ്ഞ ചരിത്രം. അല്പം വെള്ളം കോരി കൊടുത്തതിന് അല്ല ഈ പ്രതിഫലം കൊടുത്തേ. സ്വാലിഹത്തായ ഭാര്യ, അൽഹംദുലില്ലാ 10-11 വർഷം ജോലി. ഇതാ ഞാൻ പറഞ്ഞേ, ഈ മക്കൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുത്തു നോക്കിക്കേ, അല്ല നിനക്കും ഇത് തരും, പടച്ചവൻ നിനക്കും തരും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതുപോലെ പറയാൻ 100 കണക്കിന് ചരിത്രമുണ്ട്. അപ്പൊ ദുനിയാവിൽ അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലം സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം അള്ളാഹു നിനക്ക് ദുനിയാവിൽ തരും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. 2, അല്ല നിനക്ക് നല്ല മരണം തരും. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം ജീവിതത്തിൽ ചെയ്ത ഫോട്ടോ എടുപ്പില്ല, ഫ്ലെക്സ് ഇല്ല, പരസ്യമില്ല, ഒന്നുമില്ല. ആരുമില്ലാതെ പടച്ചവനെ നിങ്ങൾ പോലും കണ്ടില്ല. ആരാണ് മുസ്തഫയിക്ക, ആരാണ് പൈസ സ്വർണം കൊടുത്ത ആള്, നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ഈ കൊടുത്തതിനുള്ള പ്രതിഫലം അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ അള്ളാഹു കാണിച്ചു കൊടുക്കും. അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കുന്ന സമയം അള്ളാഹു സുബ്ഹാനഹു വ തആല കണ്ണിന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കും, മുസ്തഫ നീ കൊടുത്തതിനുള്ള പ്രതിഫലം ഇതാ. അല്ലെങ്കിൽ ബഷീർ ഹാജി നിങ്ങൾ ചെയ്തതിനുള്ള പ്രതിഫലം ഇതാ. സൂഫി ഹാജി നിങ്ങൾ ചെയ്തതിനുള്ള പ്രതിഫലം ഇതാ. നിങ്ങൾ ഓരോരുത്തരും കൊടുത്തതിന്റെ പ്രതിഫലം. വഅബ്ശിറൂ ബിൽ ജന്ന. അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് തൊണ്ടക്കുടിയുടെ ഭാഗത്ത് നിന്ന് റൂഹ് വലിച്ചെടുക്കുമ്പോൾ മലക്കുകൾ കാണിച്ചു തരും, ഇതാണ് സ്വർഗം, കണ്ടിട്ട് മരിക്ക്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. 3, അള്ളാഹു പറയുകയാ, നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് നമ്മൾ കടന്നു പോകും. അള്ളാഹുവിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഉടുതുണിയില്ലാതെ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാരും പോകുന്നുണ്ട്. വല്ലാത്ത ചൂട്, ചെമ്പിന്റെ തറ. പരലോകം നമുക്കറിയാം, മഹ്ശർ നമുക്കറിയാം.
വല്ലാത്ത പ്രയാസവാ. ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് വിയർക്കുന്നു, എനിക്ക് ശരീരം വിയർക്കുന്നു, നിങ്ങൾക്ക് ചൂടെടുക്കുന്നു. സത്യം പറഞ്ഞാൽ മഴയുടെ അടയാളം കാണുന്നുണ്ട്. നമ്മുടെ തലയുടെ 15 കോടി 15 ലക്ഷം കിലോമീറ്റർ മുകളിൽ നിൽക്കുന്ന ആ സൂര്യന്റെ ചൂട് താങ്ങാൻ പറ്റാതെ നമ്മൾ പ്രയാസപ്പെടുന്നു. നമുക്ക് ഇത്രയില്ല സൗകര്യമുണ്ടായിട്ടും നമുക്ക് വല്ലാത്ത ബുദ്ധിമുട്ട്. എന്നാ പറ, ഇതൊരു ചൂടാണോ? ഇതൊരു വിയർപ്പാണോ? ഇതൊരു കഷ്ടപ്പാടാണോ? അതൊക്കെ എവിടെയെന്നറിയോ? ചൂടുള്ള നാളുണ്ടേ കിയാമന്നാളാ, ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂള. വൻദോഷ വണ്ടിയുമായി വരുന്നേ കാള, ക്ഷീണത്തിനാലൊലിക്കുന്നതാണ് ഈള. സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണ് മൂള. അമലൊന്നുമില്ല തങ്ങു ചെന്നാ കോള. ഈ പഴയ വീട് കെട്ടുന്ന ഇഷ്ടിക കണ്ടിട്ടുണ്ടാവും. അതാ ചെളിമണ്ണിനകത്ത് നിന്ന് ഉണ്ടാക്കിയ ഇഷ്ടിക എങ്ങനെയാണ് ചുമന്ന നിറമായത്? അതിങ്ങനെ അടുക്കി വെച്ചിട്ട് പച്ച വിറകിട്ട് ഇങ്ങനെ ദിവസങ്ങളോളം കത്തിക്കും. ആ ചൂളയുടെ പരിസരത്ത് പോകാൻ വല്ലാത്ത പ്രയാസമാ. ഇവിടെ കാളവണ്ടി കണ്ടിട്ടില്ലേ? കാള ചുമട് വലിച്ചു കൊണ്ടുപോകുന്ന കാള ക്ഷീണിക്കുമ്പോ വായിലൂടെ പതയും നൊരയും ഇങ്ങനെ ഒഴുകും. ഇതുപോലെ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ മനുഷ്യന്റെ വായിൽ നിന്നൊലിക്കും. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നീ ചോറ് വെക്കുവോ? കലത്തിനകത്ത് കിടന്നിട്ട് ചോറിങ്ങനെ തിളച്ചു മുകളിലൂടെ ഇങ്ങനെ മറിയും. ഇതുപോലെ നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറ് മുഖത്തുകൂടെ ഒഴുകുന്ന ദിവസമാണ് മഹ്ശറ.